എന്താ പറയുന്നത്? മീൻ ഞാൻ കൈമ പിടിച്ചിട്ട് കൈമന്ന് കൊട്ടയിൽ എടുക്കാം. എന്നിട്ട് നോക്കുക. എന്നിട്ട് ഞാനിങ്ങനെ കാണിച്ചു അതെടുക്കാനാ? അങ്ങനല്ലേ ചെയ്യേണ്ടി? അങ്ങനെ ചെയ്യേണ്ടി അല്ലേ? അങ്ങനല്ലേ? ഞാൻ അങ്ങനെ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം. നമ്മൾ യൂസുഫ് ഖാൻ്റെ ബാക്കി നീ എന്നാ ചെയ്തോ? ഓ ശരി. ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് കിച്ചൺ. ഇതാ അപ്പം നമ്മളെ യൂസുഫ് ഖാ ഒരു വീഡിയോ ഷോട്ട് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് മീനിങ്ങനെ പൊക്കി പിടിപ്പിച്ച് നിങ്ങൾക്ക് കാണിപ്പിച്ചതാണ്. അപ്പം ഇതാ ഇന്ന് യൂസുഫ് ഖാനോട് നല്ല ഫ്രഷ് മീനും ഞണ്ടും അതിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യാന്നുള്ളതിനുള്ള ഒരു ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ്. എല്ലാവർക്കും ആ പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് വളരെ യൂസ്ഫുള്ളായി എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതേപോലെ തന്നെ നല്ല യൂസ്ഫുള്ളാവുന്ന വേസ്റ്റ് കളയുന്ന ഒരു ഇതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിവിടെ ഞാനിവിടെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോ നിങ്ങളെ കട്ട സപ്പോർട്ട് തന്നെ ആവശ്യമായിട്ടുണ്ട്. അപ്പം വീഡിയോയിലൊക്കെ നമുക്ക് കിടക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഫസ്റ്റ് തന്നെ ഞങ്ങളോട് ഒരു വലിയൊരു സോറി പറയാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ഒരു ഗസ്റ്റ് വരുന്ന വീഡിയോ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ആ ഗസ്റ്റിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ, അവരെ മകനിക്കൊരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതിനെക്കൊണ്ട് വരാൻ പറ്റിയില്ല. എന്തായാലും പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡാക്കും. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ 2-3 പേര് എന്നോട് കമൻസിലൂടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് പറയുന്നുണ്ട്. അതായത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് കലിംഗ സ്റ്റോൺ ആണ്. കോഡ്സ് കലിംഗ സ്റ്റോൺ എന്നൊക്കെ പറയും. അപ്പം ഇത് വർക്കിംഗ് കിച്ചണിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന കിച്ചണിൽ ഇത് കൊടുക്കാത്തതാണ് നല്ലത്. എന്താ വെച്ചാൽ സ്റ്റെയിൻ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെ കുക്കിംഗ് സ്റ്റൈൽ വെച്ചാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം വർക്ക് ചെയ്യുന്ന കിച്ചണിൽ എപ്പോഴും നല്ല ഡാർക്ക് കളേഴ്സിൽ കൊടുക്കുന്ന തന്നെയാണ്. അത്രയും കെയർ ചെയ്താലേ ഇത് കറ പിടിക്കാതെ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുള്ളൂ. അപ്പം കപ്പ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രദറിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ മുളക് പറിക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ഫ്ലേവറുള്ളൊരു മുളകാണ്. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് പൊതുവേ ഈ ചീരാമുളക് ആണ് എടുക്കലുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ചമ്മന്തി അടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറിയുള്ളിയും മുളകും തേങ്ങയും കൂടി മിക്സ് ആക്കിയിട്ട് കപ്പയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊതുവേ കപ്പ എല്ലാവരും ആക്കലുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു ചമ്മന്തിയും കൂടി ആഡ് ചെയ്തിട്ടിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. രണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട. 2 കറി വേണ്ട. 2 കറി വേണ്ട. 2 തന്നെ വെച്ചാൽ അപ്പോൾ അത് ഫിഷൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം അത്യാവശ്യം നല്ലപോലെ തന്നെ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 6 മന്തായി. പേഴ്സണലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്.
നല്ല സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വേസ്റ്റ് ടാങ്കിലേക്ക് പോണ രീതിയാണ് ഇപ്പം കാണുന്നത്. ഇതിൽ എല്ലാ വേസ്റ്റും നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും, പ്ലാസ്റ്റിക്കും കടലാസ് നൂലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് വേസ്റ്റ് ടാങ്കിലേക്ക് പോകുന്നത്. ഇതിൻ്റെ കൂടുതൽ വീഡിയോ ഇനിയിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വീട്ടിലെ ഫുഡ് വേസ്റ്റ് ഇപ്പോൾ വീട്ടിൽ തന്നെ അനായാസം ഡിസ്പോസ് ചെയ്യാം. പ്രോ ഡ്രെയിൻ പ്ലസ് ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ. എത്ര കട്ടിയുള്ള ആഹാര മാലിന്യങ്ങളും കുക്കിംഗ് വേസ്റ്റും കിച്ചൺ സിങ്കിൽ ഘടിപ്പിക്കാവുന്ന പ്രോഡ്രെയിൻ പ്ലസിലൂടെ വളരെ വേഗത്തിൽ ഡിസ്പോസ് ചെയ്യാം. സ്പെഷ്യൽ അലോയ് പെസൽ ഗ്രൈൻഡിംഗ് ടെക്നോളജി എന്ന ലോകോത്തര സാങ്കേതിക വിദ്യയാണ് പ്രോഡ്രെയിൻ പ്ലസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ അധിക വലിപ്പമുള്ള ഗ്രൈൻഡിംഗ് ചേംബർ അധികം ആഹാര മാലിന്യങ്ങളെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമാണ്. പ്രോഡ്രെയിൻ പ്ലസ് ദീർഘനാൾ ഈട് നിൽക്കുന്നു, നിശബ്ദമായി പ്രവർത്തിക്കുന്നു, വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ഉപഭോഗം വളരെ കുറവുമാണ്. മുഴുവൻ യൂണിറ്റിന് 2 വർഷവും ഗ്രൈൻഡിംഗ് വീലിന് 10 വർഷവും വാറണ്ടി. മികച്ച വിൽപ്പനാനന്തര സേവനങ്ങൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ സർവീസ് ടീം. ഇന്ന് തന്നെ പ്രോഡ്രെയിൻ പ്ലസ് ഉപയോഗിച്ചു തുടങ്ങൂ. നിങ്ങളുടെ അടുക്കള വൃത്തിയായി സൂക്ഷിക്കുകയും കുടുംബത്തിലെ ഏവരുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുകയും ചെയ്യും. പ്രോഡ്രെയിൻ പ്ലസ് ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ. ഹൈജീനിക് കിച്ചൺ, ഹെൽത്തി ഫാമിലി. അപ്പോൾ വേസ്റ്റായിട്ടുള്ള നിങ്ങൾക്കുള്ള എല്ലാ കൺഫ്യൂഷനും തീർന്നെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ അവർ എല്ലാ ഇൻഫോർമേഷനും നിങ്ങൾക്ക് തരും. പിന്നെ അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൈ ഇംഗ്ലീഷ് കിച്ചൺ എന്നുള്ള ചാനലത്തെ വ്യൂവർ ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി. പിന്നെ അത്യാവശ്യം പണിയൊക്കെ ഒതുങ്ങിയെന്ന് കണ്ടപ്പോൾ പിന്നെ രാത്രിക്കത്തേക്കുള്ള ഈ ഞണ്ട് ഒന്ന് ഫ്രൈ ആക്കാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞണ്ട് പൊരിക്കലും അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫ്രഷായി. ഇവിടെ പുല്ല് വെട്ടാനും വേണ്ടിയിട്ട് കുറച്ച് പണിക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടുന്ന് ജ്യൂസ് അടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത്. പിന്നെ അതേപോലെ ഒരുപാട് പേര് കമൻസിലൂടെ എന്നോട് വാൾഡ്രോബ് ഓർഗനൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ കമൻസിനും കൂടി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമൻസ് ഇടാൻ തീരെ മടി കാണിക്കേണ്ട. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ സൗണ്ടിനെ പറ്റി പറഞ്ഞവരുണ്ട്. എൻ്റെ സൗണ്ട് ഭയങ്കര ഹാർഡാണ്, നിങ്ങളൊന്ന് കുറച്ച് സ്മൂത്തായിട്ട് സംസാരിക്കുമോ. നോർമലി എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് തന്നെ ഇഷ്ടമില്ല എൻ്റെ സൗണ്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ മാക്സിമം ഒന്ന് കുറച്ചും കൂടി ഒരു സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി നോക്കും, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം എൻ്റെ സൗണ്ടിനേ ഉള്ളൂ ഇത്ര ഹാർഡ്, എൻ്റെ മൈൻഡ് ഇത്ര ഹാർഡൊന്നല്ല കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയും ഫ്രാങ്കായിട്ട് നിങ്ങൾ കമൻസിലൂടെ അതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ന്യൂ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു പാത്രത്തിൻ്റെ ഒരു റിവ്യൂ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആ പാത്രത്തിനെ പറ്റി പേര് പറയുന്ന ന്യൂ ഫാം എന്നായിപ്പോയി. അത് ഒരു വ്യൂവർ എനിക്ക് അയച്ചിരുന്നു. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ന്യൂ ഫ്ലെയിം എന്നാണ് വരുന്നത്, അതിൻ്റെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള എനിക്കും മിസ്റ്റേക്ക് പറ്റും, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻസിലൂടെ അറിയിച്ചാൽ മതി. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങളെ കമൻസ് എനിക്ക് വളരെയധികം എനിക്കും കൂടി യൂസ്ഫുള്ളാണ്. അപ്പം എന്തായാലും താങ്ക്സ്. അപ്പോൾ അതിനിപ്പോൾ രാത്രിയൊക്കെ ആയി, ഇനി മക്കളെ പഠിപ്പിക്കലും ഇവരൊക്കെ എടുത്തലൊക്കെയാണ് അടുത്ത പരിപാടി. ഹേജുവിനെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് വലിയൊരു മെനക്കേട്.
അപ്പം ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്തും കൊണ്ട് കാണാം, എന്നാലേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ട്. അതന്നെ മതി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള ഞാൻ പറയുന്നത്, ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ രാത്രിക്കകത്തൊക്കെ പെരുക്കി ജ്യൂസ് എന്തെങ്കിലും അടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷമാമിൻ്റെ ഈ ജ്യൂസ് അടിച്ച് പെരുക്കി കൊടുത്ത് ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.